കുറച്ച് വരിക്കച്ചക്കയുടെ പഴവും ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ്, ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്, ഒരു അരമുറി തേങ്ങയുണ്ട്, 250 ഗ്രാം ശർക്കര. ഇതിനെ ഉരുക്കിയെടുക്കണം. ഒരു 4-5 ഏലക്ക. ഇത്രയും സാധനങ്ങൾ ഇട്ടാണ് നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാൻ ഞാൻ പോകുന്നത്. അത് കാണിക്കാം. വരിക്കച്ചക്ക പഴം നല്ലവണ്ണം മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചതിൽ കൂടെ വറുത്ത അരിപ്പൊടിയും 250 ശർക്കര എടുത്തത് ചൂടുവെള്ളത്തിലിട്ട് അലിയിച്ച് തണുത്തതിന് ശേഷമാണ് മാവിലൊഴിച്ച് കുഴയ്ക്കുന്നത്. അരമുറി തേങ്ങയും 6 ഏലക്കായും കൂടെ ഇതിലിട്ട് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതേപോലെ നല്ലവണ്ണം കുഴച്ചതിന് ശേഷം നമുക്ക് ഇലയിൽ പരത്തി ഉണ്ടാക്കാം. നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഇതേപോലെ ഓരോ വയണയില എടുത്ത് അതിൽ മാവ് ഇത്രയും നൈസായിട്ട് വെച്ച് ചുരുട്ടി എടുക്കണം. എന്നിട്ട് പച്ച ഈർക്കിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് കൊരുത്തിടുന്നത്. നമുക്ക് വച്ച് വേവിക്കാൻ എളുപ്പമാണ്. വലിയ ഇലയിൽ ഇതേപോലെ കുമ്പിളായിട്ടും ഉണ്ടാക്കാം. കുറച്ച് വലിയ ഇല ഉണ്ടായിരുന്നു, അതിൽ ഞാൻ മാവ് വെച്ച് കുമ്പിളുണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ചെറിയ ഇലയിലാണ് ഇങ്ങനെ കൊരുത്ത മാല പോലെ ഉണ്ടാക്കിയത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് മാവ് കൂടെ ഉണ്ട്, അതും കൂടെ ചെറിയ ഇലയിൽ വെച്ച് ഇതേപോലെ നൈസിന് പരത്തിയെടുക്കണം. എത്രത്തോളം നൈസാകുമ്പോൾ നമുക്ക് ആ ഇലയുടെ നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ കുമ്പിളിലുണ്ടാക്കുന്ന കുമ്പിളപ്പോൾ അല്ലാതെ ഇതിന് വയണ ഇലയിൽ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. നല്ല സ്വാദാണ്. വരിക്കച്ചക്കയാണ് ഇതിന് ഉപയോഗിച്ചത്. എടുത്ത് ഒരുമിച്ച് വെച്ച് വേവിക്കാം. ഒരു 20 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച്, വറുത്ത അരിപ്പൊടിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് വേവും. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് ഇരിക്കട്ടെ. അടുപ്പിൽ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ തന്നെ നല്ല വയണയിലയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. എല്ലാം ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ എടുത്ത് പുറത്ത് വയ്ക്കാം. ആദ്യം മാലയായിട്ടുണ്ടാക്കിയത്, ഈർക്കിലുണ്ടാക്കിയതിനെ എടുത്ത് പുറത്ത് വയ്ക്കാം. ഇനി കുമ്പിളിലുണ്ടാക്കിയത് ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കാം. നല്ല ചൂടുണ്ട്. അപ്പം വലിയ ഇലയുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ ഇതാണ് നല്ല എളുപ്പം. ചക്കയുടെ സീസൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചക്കയിട്ട് ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പഴത്തിലല്ലേ ഇതുണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്കിന്ന് പൊളിച്ച് നോക്കാം. ഇലയിലുണ്ടാക്കിയതാണ് മാവ് കട്ടി കൂടുതൽ വെന്തോന്ന് നോക്കാം. നല്ല ഉറപ്പായിട്ടുണ്ട്. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി വലിയ ഇലയിലുണ്ടാക്കിയത് നോക്കാം. അതും എന്തോന്ന് നോക്കാം. അത് നല്ല ഭംഗിയായിട്ട് ഉറച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കാൻ ശ്രമിക്കണം.